നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വീതം വർദ്ധിപ്പിച്ചു. വർധനവ് പ്രാബല്യത്തിൽ. പെട്രോൾ വില ലിറ്ററിന് 110.76 രൂപയായി. ഡീസൽ വില 99.35 രൂപയായി വർദ്ധിച്ചു. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. 30,516 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. ശതമാനക്കണക്കിൽ കൊല്ലം ജില്ല മുന്നിൽ. KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കണമെന്ന് ആവശ്യം. സംസ്ഥാന വ്യാപകമായി മഹിളാ മോർച്ചയുടെ പ്രതിഷേധം. കൊല്ലത്തും പ്രതിഷേധം. ആയൂരിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം. ബൈക്ക് യാത്രികനായ യുവാവിന് ദാരുണാന്ത്യം. 2 പേർക്ക് പരിക്ക്. ആയൂർ റോഡുവിള സ്വദേശി അൻവർ ഷയാണ് മരിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വീതം വർദ്ധിപ്പിച്ചു. പുതുക്കിയ നിരക്ക് പ്രകാരം പെട്രോൾ വില ലിറ്ററിന് 110.76 രൂപയായി. ഡീസൽ വില 99.35 രൂപയുമായി. രാജ്യാന്തര വിപണി വിലയിലെ വർധനവിന്റെ പേരിൽ എണ്ണ കമ്പനികൾ അമിതഭാരം അടിച്ചേൽപ്പിക്കുകയാണ്. പെട്രോൾ ഡീസൽ വിലയിൽ ലിറ്ററിന് 3 രൂപയോളം വീതം വർദ്ധിപ്പിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ച സാഹചര്യത്തിലാണ് എണ്ണ കമ്പനികൾ ഇന്ധനവില വർദ്ധിപ്പിച്ചത്. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 3.04 രൂപ വീതമാണ് കേരളത്തിൽ വർദ്ധിക്കുക. പുതുക്കിയ നിരക്കനുസരിച്ച് കൊച്ചിയിൽ പെട്രോളിന് 108.62 രൂപയായി. തിരുവനന്തപുരത്ത് പെട്രോളിന്റെ വില 110.76 രൂപയാണ്. ഡീസൽ വില 99.35 രൂപയുമാണ്. പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചതിനൊപ്പം CNG വിലയും കമ്പനികൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2 രൂപയാണ് CNGക്ക് വില കൂട്ടിയത്. ഓരോ സംസ്ഥാനത്തെയും നികുതി നിരക്കുകളിലെ വ്യത്യാസം കാരണം വിവിധ നഗരങ്ങളിൽ വിലയിൽ മാറ്റമുണ്ടാകാം. വില ഇനിയും വർദ്ധിക്കുമെന്ന ആശങ്കയെ തുടർന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ പെട്രോൾ പമ്പുകളിൽ വലിയ തിരക്കും പരിഭ്രാന്തിയും അനുഭവപ്പെടുന്നുണ്ട്. 5 സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അവസാനിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ വില വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ആഗോള വിപണിയിലെ അസംസ്കൃത എണ്ണയുടെ വിലക്കയറ്റവും വർദ്ധിച്ചു വരുന്ന ഇറക്കുമതി ചെലവുമാണ് രാജ്യത്തെ ഈ തീരുമാനത്തിലേക്ക് നയിച്ചതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ഡെസ്ക്. AI അധിഷ്ഠിത ഗവേഷണ സംവിധാനത്തിന് മലയാളി വിദ്യാർത്ഥിക്ക് അന്താരാഷ്ട്ര പുരസ്കാരം. കരുനാഗപ്പള്ളി IHRD എഞ്ചിനീയറിംഗ് കോളേജിലെ BTech വിദ്യാർത്ഥി അഭിമന്യുവിനാണ് പുരസ്കാരം. ആമസോൺ വെബ് സർവീസസ് സംഘടിപ്പിച്ച മത്സരത്തിൽ നൂതന ആശയ പുരസ്കാര വിഭാഗത്തിലാണ് സമ്മാനം. 115 രാജ്യങ്ങളിൽ നിന്നും മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു. സോ എൻ്റെ പ്രൊജക്റ്റിൻ്റെ പേര് അനുകൃതി എന്നാണ്. ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 5-6 മാസം മുമ്പാണ്. ലൈക്ക് പണ്ട് മുതലേ ഈ ജെനറ്റിക്സ്, സ്പേസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് ഞാൻ. കരുനാഗപ്പള്ളി IHRD എഞ്ചിനീയറിംഗ് കോളേജിലെ ഫൈനൽ ഇയർ കമ്പ്യൂട്ടർ സയൻസ് BTech വിദ്യാർത്ഥി അഭിമന്യു RB ആണ് ആമസോൺ വെബ് സർവീസസ് സംഘടിപ്പിച്ച AWS 10,000 AI ഐഡിയാസ് മത്സരത്തിൽ നൂതന ആശയ പുരസ്കാര വിഭാഗത്തിൽ സമ്മാനം നേടിയത്. 115ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള എൻട്രികളായിരുന്നു മത്സരത്തിലുണ്ടായിരുന്നത്. വിവിധ ഘട്ടങ്ങളിലായുള്ള കർശനമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കൊടുവിലായിരുന്നു അഭിമന്യു അംഗീകാരം നേടിയത്. അഭിമന്യു വികസിപ്പിച്ച അനുകൃതി എന്ന AI അധിഷ്ഠിത ഗവേഷണ സംവിധാനത്തിനാണ് അംഗീകാരം. വിവിധ ജനവിഭാഗങ്ങളുള്ള ആളുകളിൽ മരുന്നുകൾ എങ്ങനെ വ്യത്യസ്തമായി പ്രതികരിക്കുമെന്ന് പഠിക്കാനും ജനിതക വിവരങ്ങളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഉപയോഗിച്ച് മരുന്നുകളുടെ സുരക്ഷ മുൻകൂട്ടി വിലയിരുത്താനും സഹായിക്കുന്ന സംവിധാനമാണിത്. സോ ജസ്റ്റ് അങ്ങനെ കുറച്ച് റിസർച്ച് ചെയ്ത് കിട്ടിയ ഫൈൻഡിങ്സിൽ ജസ്റ്റ് ഒന്ന് റിസർച്ച് ചെയ്തിരിക്കുമായിരുന്നു അനുകൃതിയെ പറ്റിയിട്ട്. അപ്പോൾ ഡിസംബറിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ ചുമ്മാ പുതിയ എന്തെങ്കിലും കോമ്പറ്റീഷൻസോ കാര്യങ്ങളോ ഒക്കെ അപ്കമിങ് ആയിട്ട് ഉണ്ടോ എന്ന് നോക്കുന്നവരാണ് AWSന്റെ ഈ ഒരു 10,000 ഐഡിയസിൻ്റെ ലൈക്ക് പ്രോഗ്രാമിലോട്ടുള്ള ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആണെന്ന് അറിഞ്ഞത്. സോ അത് നോക്കിയപ്പോൾ ലൈക്ക് ഇപ്പം AI നല്ല ബൂമിങ് ആയതുകൊണ്ട് അതിൽ അത്യാവശ്യം ഇന്നോവേഷൻ ആയിട്ടുള്ള ഐഡിയാസാണ് അവർ എടുക്കുന്നത്. അപ്പോൾ ആ പേര് പറയുന്ന പോലെ തന്നെ 10,000 ഐഡിയാസിന് ഉള്ളിൽ നിന്ന് അവർ ലൈക്ക് ഒരു 1,000 ആൾക്കാരെ സെലക്ട് ചെയ്ത് അങ്ങനെ സപ്പോർട്ട് കൊടുത്ത് അങ്ങനെ ഫൈനൽ ഒരു പ്രോഡക്റ്റായിട്ട് മോൾഡ് ചെയ്തെടുക്കുന്നതാണ് പ്രോഗ്രാം.
സോ ജസ്റ്റ് ഈ ഒരു ഐഡിയ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു, ജസ്റ്റ് നോക്കാമെന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്ത് നോക്കി. പിന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്തില്ല, കണ്ടിന്യൂ ചെയ്ത് ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നു. കോളേജിൽ അപ്പോൾ ഒരു പേപ്പർ പ്രസൻറ്റേഷൻ വരുന്നുണ്ടായിരുന്നു, സമന്വയ എന്നായിരുന്നു പേര്. സോ അതിനു വേണ്ടി ഇത് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. സോ അങ്ങനെ കുറച്ചുകൂടെ ഫർദർ ഈ ഐഡിയയിലോട്ട് ഇറങ്ങി റിസർച്ച് ചെയ്തു. മെഡിക്കൽ ഗവേഷണങ്ങളിൽ പരിമിതമായ ജനവിഭാഗങ്ങളുടെ ഡേറ്റ കൂടുതലായി ഉപയോഗിക്കപ്പെടുന്നതിനാൽ മറ്റു സമൂഹങ്ങളിലെ ആളുകളിൽ മരുന്നുകളുടെ അപകട സാധ്യതകൾ മുൻകൂട്ടി തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ട്. അനുകൃതി ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ സഹായിക്കുന്ന സംവിധാനമാണ്. ശ്രദ്ധേയമായ സാങ്കേതിക നടപ്പാക്കലിനും സൃഷ്ടിപരമായ പ്രശ്ന പരിഹാര കഴിവിനുമാണ് അഭിമന്യുവിനെ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത്. പുരസ്കാരമായി $10,000 അമേരിക്കൻ പാരിതോഷികവും $1,000 മൂല്യമുള്ള AWS ക്ലൗഡ് സേവന ക്രെഡിറ്റും അഭിമന്യുവിന് ലഭിച്ചു. അഭിമന്യുവിന്റെ നേട്ടം കോളേജിനും അക്കാദമിക് സമൂഹത്തിനും അഭിമാനകരമാണെന്ന് കോളേജ് അധികൃതരും പറഞ്ഞു. ഈ കോളേജിൽ ഞങ്ങൾ എല്ലാവരും തന്നെ വളരെ സന്തോഷത്തിലാണ്. കാരണം നമ്മളുടെ ഒരു സ്റ്റുഡൻറ്റിന് അഭിമന്യുവിന് വേൾഡ് വൈഡ് ആയിട്ട്, അതായത് ഏകദേശം 115ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള സബ്മിഷൻസ് ഉണ്ടായിരുന്ന ഒരു കോമ്പറ്റീഷനാണ് ഈ AWSന്റെ 10,000 ഐഡിയാസ് എന്നുള്ള കോമ്പറ്റീഷൻ. അപ്പോൾ അതിൽ നമ്മളുടെ ഒരു കുട്ടി ഒരു ഇന്നൊവേഷൻ കാറ്റഗറിയിൽ, അതായത് ഒരു നൂതന ആശയം അവതരിപ്പിച്ച് ആ ഒരു വർക്ക് ചെയ്ത് അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിന് അഭിമന്യു സംസാരിച്ചപ്പോൾ അഭിമന്യുവിന് എന്താണ് അതിൻ്റെ ഒരു പാരിതോഷികമായിട്ട് കിട്ടിയതെന്ന് പറഞ്ഞില്ല. അത് ഏകദേശം ഇന്ത്യൻ മണി 10 lakhs റുപ്പീസാണ് വരുന്നത്. അത് കൂടാതെ തന്നെ 10,000 AWS ക്രെഡിറ്റ്സും അവാർഡായി കിട്ടിയിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ അതൊരു ചെറിയ ഒരു പ്രൈസ് മണി അല്ല, പക്ഷേ പ്രൈസ് മണിയേക്കാൾ ഉപരിയായിട്ട് അഭിമന്യു ചെയ്ത വർക്ക് എന്ന് പറയുന്നത് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു വർക്കാണ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ മോഷണം. ഓഫീസിന് സമീപത്തുള്ള ക്യാൻറ്റീൻ, കറി പൗഡർ മില്ല് എന്നിവിടങ്ങളിൽ നിന്നായി 15,000 രൂപയോളം കവർന്നു. ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലെ മേശകളും അലമാരകളും കുത്തിത്തുറന്ന നിലയിലായിരുന്നു. DVR, ഹാർഡ് ഡിസ്ക് എന്നിവയും അപഹരിച്ചു. ചാരുമൂട്ടിലെ ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലാണ് മോഷണം നടന്നത്. രാവിലെ ഓഫീസിലെത്തിയ ജീവനക്കാരാണ് അലമാരകളും മേശകളും തുറന്നു കിടക്കുന്നത് കണ്ട് വിവരം സെക്രട്ടറിയെയും പ്രസിഡന്റിനെയും അറിയിച്ചത്. ഓഫീസിന്റെ പ്രധാന വാതിലിന്റെ പൂട്ട് പൊളിച്ച് അകത്തു കയറിയ മോഷ്ടാക്കൾ താക്കോൽ ഉപയോഗിച്ചാണ് അലമാരകളും മേശകളും തുറന്നിട്ടുള്ളത്. തുറക്കാൻ കഴിയാത്ത അലമാരകളും മേശയും കുത്തി തുറന്ന നിലയിലാണ്. ഓഫീസിനുള്ളിൽ വലിയ രീതിയിലുള്ള പരിശോധന മോഷ്ടാക്കൾ നടത്തിയിട്ടുണ്ടെങ്കിലും പണമോ മറ്റ് സാധനങ്ങളോ നഷ്ടപ്പെട്ടതായി സൂചനയില്ല. പ്രധാനപ്പെട്ട രേഖകൾ വല്ലതും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നത് തുടർ പരിശോധനയിലെ വ്യക്തമാകൂ എന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു. ഓഫീസ് വളപ്പിലുള്ള ഘടക സ്ഥാപനങ്ങളിലും മോഷണം നടന്നു. ഓഫീസിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ക്യാന്റീനിൽ നിന്ന് 5,000-ഓളം രൂപയും കുടുംബശ്രീയുടെ കറി പൗഡർ യൂണിറ്റിൽ നിന്ന് കഴിഞ്ഞ 5-6 ദിവസത്തെ കളക്ഷൻ തുകയായ 15,000-ഓളം രൂപയും മോഷണം പോയി. തെളിവ് നശിപ്പിക്കാനായി CCTV ക്യാമറയുടെ DVR-ഉം ഹാർഡ് ഡിസ്കും മോഷ്ടാക്കൾ എടുത്തു മാറ്റിയിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. ആയൂരിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം. ബൈക്ക് യാത്രികനായ യുവാവിന് ദാരുണാന്ത്യം. കൂടെയുണ്ടായിരുന്ന 2 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആയൂർ റോഡ് വിള സ്വദേശി അൻവർഷയാണ് മരിച്ചത്. കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ആയൂർ റോഡ് വിള അൻവർ മൻസിലിൽ അൻവർഷയാണ് മരിച്ചത്. ബൈക്കിൽ കൂടെയുണ്ടായിരുന്ന അജ്മൽ, അഫ്സൽ എന്നിവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ രാത്രി ആയൂർ ബാറിൽ നിന്നുള്ള വഴിയിൽ നിന്ന് MC റോഡിലേക്ക് കയറവെ ആയൂർ ഭാഗത്തു നിന്ന് ചടയമംഗലത്തേക്ക് പോവുകയായിരുന്ന കാറുമായി കൂട്ടിയിരിക്കുകയായിരുന്നു. തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ യുവാക്കളെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അൻവറിനെ രക്ഷിക്കാനായില്ല. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ചടയമംഗലം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. നിയന്ത്രണം വിട്ട കാർ മതിലിടിച്ചു പോലീസുകാരന് ഗുരുതര പരിക്ക്. കൊല്ലം ചിതറയിലായിരുന്നു അപകടം. പാങ്ങോട്ട് സ്റ്റേഷനിലെ CPO അല്ലമീനാണ് പരിക്കേറ്റത്. കൊല്ലം ചിതറയിലാണ് കാർ നിയന്ത്രണം വിട്ട് മതിലിടിച്ച് പോലീസുകാരന് ഗുരുതര പരിക്കേറ്റത്. പാങ്ങോട് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ അല്ലമീനാണ് പരിക്കേറ്റത്. ഇയാളെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അപകടം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. KCB ജീവനക്കാരൻ ഷോക്കേറ്റ് പോസ്റ്റിൽ നിന്നും താഴെ വീണു. കണ്ണനല്ലൂരിലാണ് സംഭവം.
ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇദ്ദേഹം അപകടനില തരണം ചെയ്തു. കണ്ണനെല്ലൂർ KSEB സെക്ഷൻ പരിധിയിലെ തടത്തിൽ മുക്കിലായിരുന്നു സംഭവം. വൈദ്യുതി പോസ്റ്റിൽ അറ്റകുറ്റപ്പണികൾ ചെയ്തുകൊണ്ടിരുന്ന ലൈൻമാനാണ് വൈദ്യുതാഘാതമേറ്റ് തറയിൽ വീണത്. ഉടൻ തന്നെ വൈദ്യുതി ഓഫാക്കി ഇദ്ദേഹത്തെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇദ്ദേഹം അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സമരം. മഹിളാ മോർച്ച ജില്ലാ കമ്മിറ്റിയാണ് സമരം സംഘടിപ്പിച്ചത്. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചത്. സ്ത്രീകൾക്ക് സുരക്ഷിതവും സൗജന്യവുമായി പൊതുഗതാഗത സൗകര്യം ഉറപ്പാക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. സ്ത്രീകളുടെ യാത്രാ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനായി സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും നേതാക്കൾ പറഞ്ഞു. മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് ഐശ്വര്യയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ BJP ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ശശികല റാവു, വിജയലക്ഷ്മി, അഞ്ജന, ജില്ലാ സെക്രട്ടറി മോൻസിദാസ്, മഹിളാ മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ മായ സൂര്യ, സജിത, സെക്രട്ടറി ഷീജ, ട്രഷറർ തുഷാര ബിന്ദു, BJP ഇരവിപുരം മണ്ഡലം പ്രസിഡന്റ് നിഷ പത്മകുമാർ, അനീഷ, ധനുഷ, മഞ്ജു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞ് ഒരാൾ മരിച്ച പുനലൂർ നെല്ലിപ്പള്ളിയിൽ വീണ്ടും മണ്ണിടിച്ചിലിന് സാധ്യത. ഏത് സമയവും വീഴാവുന്ന നിലയിലാണ് ഇവിടുത്തെ മൺതിട്ട നിൽക്കുന്നത്. നെല്ലിപ്പള്ളിയിൽ നേരത്തെയും ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. നെല്ലിപ്പള്ളിയിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച കോൺക്രീറ്റ് മതിലും സർവീസ് സ്റ്റേഷൻ കെട്ടിടവും ഇടിഞ്ഞു വീണ് ഒരാൾ മരിക്കാനിടയായ സ്ഥലത്ത് ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട്. 25 മീറ്ററോളം നീളത്തിൽ മതിലിടിഞ്ഞ സ്ഥലത്ത് ഏത് സമയത്തും വീഴാവുന്ന നിലയിലാണ് മൺതിട്ട. സ്വകാര്യ ഭൂമിയുടെ കോൺക്രീറ്റ് മതിലാണ് ആദ്യം ഇടിഞ്ഞു വീണത്. ഇത് സർവീസ് സ്റ്റേഷൻ കെട്ടിടത്തിലേക്ക് പതിക്കുകയായിരുന്നു. ഭൂമിയുടെ സംരക്ഷണത്തിനായി നിർമ്മിച്ച മതിലിന് വേണ്ടത്ര ഉറപ്പില്ലായിരുന്നെന്നും ലാറ്ററൽ സപ്പോർട്ട് നൽകാതെയാണ് ഇവിടെ മണ്ണെടുത്തതെന്നും കളക്ടർക്ക് സമർപ്പിക്കാനായി റവന്യൂ അധികൃതർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. കുന്നിൻ ചെരുവിലുള്ള ഭൂമിയിൽ 4 വർഷം മുമ്പ് എല്ലാകൃതിയിൽ നിർമ്മിച്ച കോൺക്രീറ്റ് മതിലാണിത്. മഴ പെയ്താൽ മുകൾ ഭാഗത്തു നിന്ന് മതിലിന്റെ ഭാഗത്തുകൂടി താഴേക്ക് വെള്ളം ഒഴുകിയിരുന്നതായും പറയുന്നു. ഇവിടമാണ് തകർന്നു വീണത്. മതിൽ പുനർനിർമ്മിച്ച് ബലപ്പെടുത്തിയില്ലെങ്കിൽ വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് റവന്യൂ അധികൃതർ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പുരയിടത്തിന് മുകൾ ഭാഗത്തായി വേറെയും വീടുകളുണ്ട്. നെല്ലിപ്പള്ളിയിൽ നേരത്തെയും ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ദുരന്തമുണ്ടായതിന് നേരെ എതിർഭാഗത്തായി കല്ലടയാറിനോട് ചേർന്ന് പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയുടെ നിർമ്മാണത്തിലിരുന്ന കൂറ്റൻ ഗാർബിയൻ ഭിത്തി ആറ്റിലേക്ക് പതിച്ചിരുന്നു. കനത്ത മഴയെ തുടർന്ന് 2022 ജൂലൈയിലായിരുന്നു ഇത്. കോടികൾ മുടക്കിയാണ് പിന്നീട് ഭിത്തി പുനർനിർമ്മിച്ചത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പാഴ്സലായി ഇൻഡോറിൽ നിന്നും അയച്ച 100 ഗ്രാം MDMA വീടിനുള്ളിൽ നിന്നും കണ്ടെടുത്തു. കൊല്ലം ഓലയിൽ കടവിൽ താമസിക്കുന്ന പ്രണവിനാണ് പാഴ്സലായി MDMA എത്തിയത്. ഡോക്ടറായ ഇയാൾ കഴിഞ്ഞ ദിവസം വിദേശത്തേക്ക് പോയിരുന്നു. കൊല്ലം അമ്മനടയിൽ താമസിക്കുന്ന കണ്ണൻ എന്ന് വിളിക്കുന്ന വിഷ്ണു MDMAയുമായി ഇൻഡോറിൽ നിന്നും വരുന്നതായി കൊല്ലം വെസ്റ്റ് ഡാൻസ് ഓഫ് ടീമിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് കടപ്പാക്കടയിൽ ടൂറിസ്റ്റ് ബസ്സിലെത്തിയ വിഷ്ണുവിനെ ഡാൻസ് ഓഫ് ടീം പരിശോധിച്ചു. ഇയാളുടെ കയ്യിൽ നിന്നും സംശയാസ്പദമായി ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിൽ സുഹൃത്തായ ഓലയിൽ കടവിൽ താമസിക്കുന്ന പ്രണവിന്റെ വീട്ടിലേക്ക് ഇൻഡോറിൽ നിന്നും പാഴ്സലായി MDMA പെല്ലറ്റുകൾ അയച്ചതായി വിവരം ലഭിച്ചു. തുടർന്ന് ഡാൻസ് ഓഫ് ടീം പ്രണവിന്റെ വീട് പരിശോധിച്ചപ്പോഴാണ് 100 ഗ്രാം ഭാരമുള്ള 177 MDMA പെല്ലറ്റുകൾ പിടിച്ചെടുത്തത്. കഴിഞ്ഞ ദിവസമാണ് പ്രണവ് വിദേശത്തേക്ക് പോയത്. ഡോക്ടറായ ഇയാൾക്ക് കഴിഞ്ഞ ദിവസമാണ് പാഴ്സലിൽ MDMA എത്തിയത്. MDMA ശേഖരിച്ചെങ്കിലും ഇതിന്റെ പാക്കറ്റ് പൊട്ടിക്കാതെ വീട്ടിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് അഭിവാദ്യം അർപ്പിച്ച് ഓച്ചിറയിൽ പ്രകടനം നടത്തി. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതൃത്വത്തിലായിരുന്നു പ്രകടനം.
നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന് അഭിവാദ്യമർപ്പിച്ച കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതൃത്വത്തിൽ ഓച്ചിറയിൽ ആഹ്ലാദ പ്രകടനവും മധുര വിതരണവും നടത്തി. ശ്രീ വി.ഡി. സതീശനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തതിന് നമ്മുടെ കേരളത്തിലെ നമ്മൾ എല്ലാ ജനങ്ങളോടൊപ്പം നമ്മളും ആഹ്ലാദിക്കുകയാണ്. നമുക്കറിയാം, എല്ലാ വിധ്വംസ ശക്തികളെയും വെല്ലുവിളിച്ചുകൊണ്ട് കേരളത്തിലെ 102 സീറ്റോടുകൂടി അധികാരത്തിൽ വരുമെന്നും 12-ലധികം മന്ത്രിമാർ 1 ലക്ഷത്തിലധികം മന്ത്രിമാർ തോറ്റ് ചിഹ്നം പാടുമെന്ന് മുൻകൂട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ആ വിജയം കൈവരിച്ച ബഹുമാനായ വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നതിൽ നമ്മുടെ കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളോടൊപ്പം ഞങ്ങളും ഇവിടെ സന്തോഷിച്ച് ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും. ഓച്ചിറ കുരുവേലൽ ജംഗ്ഷനിൽ നിന്നുമാണ് ആഹ്ലാദ പ്രകടനം ആരംഭിച്ചത്. ഓച്ചിറ ടൗൺ മൈതാനിയിൽ സമാപിച്ചു. പ്രശാന്ത് കണ്ണമ്പള്ളി, അയ്യാണിക്കൽ മജീദ്, ബി.എം. ഷാ, രാജ്മോഹൻ മേമന, അബ്ദുൽ കലാം, ഇർഷാദ് വലിയത്ത്, ബാബുരാജ് വൈനകം, കെ.ടി. ജലീൽ മേമന, ഷാജി ഓണിയപ്പുറത്ത്, ബാബു കട്ടത്തറ, രാജീവ് വൈനകം, കാസിം പിള്ള, പ്രസാദ്, ഷാജി മെഴുവേലിൽ, മുഹമ്മദ് റാഫി, റഹീം എ. കുഞ്ഞനാടി, നവാസ NTUC, റഷീദ് മേമന, അനന്തകൃഷ്ണൻ, അലോക്, അമൃത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ആവേശത്തോടുകൂടി ഇന്നിവിടെ പ്രകടനത്തിൽ പങ്കെടുത്ത യു.ഡി.എഫിന്റെ നേതാക്കന്മാർ, പ്രവർത്തകർ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സന്തോഷത്തിന്റെയും അതിലേറെ ആഹ്ലാദത്തിന്റെ ഒരു സുനിതമായ ദിവസമാണ് ഇന്ന്. നമുക്കറിയാം, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കേരളത്തിലെ 102 സീറ്റിലൂടെ അധികാരത്തിൽ വന്ന യു.ഡി.എഫിന്റെ MLA-മാർ ഒരാഴ്ച കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ആകെ ദുഃഖത്തിലായിരുന്ന ഒരു ദിവസം കൂടിയായിരുന്നു ഇന്ന്. ബഹുമാന്യനായ കോൺഗ്രസിന്റെ നേതാക്കന്മാർ, ഡൽഹിയിലെ നമ്മുടെ പ്രിയങ്കനായ രാഹുൽ ഗാന്ധി, മല്ലികാർജുന ഖർഗെ, സോണിയാഗാന്ധി തുടങ്ങിയ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ അനുചിതമായ ഒരു തീരുമാനമാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. ഇന്നറിയാം, വി.ഡി. സതീശനെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ കേരളത്തിലെ വിശ്വസർപ്പങ്ങളായ സമുദായ നേതാക്കന്മാർ ഇന്ന് തന്നെ ഉറഞ്ഞു തുള്ളുകയാണ്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. യൂസഫ് അലി കേച്ചേരി മഹാപ്രതിഭാ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക്. യൂസഫ് അലി കേച്ചേരി മ്യൂസിക് ഫൗണ്ടേഷനാണ് അവാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. 50,001 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. മെയ് 17-ന് കടപ്പാക്കട സ്പോർട്സ് ക്ലബ് ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ പുരസ്കാരം സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. യൂസഫ് അലി കേച്ചേരി മ്യൂസിക് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ യൂസഫ് അലി കേച്ചേരി മഹാപ്രതിഭാ പുരസ്കാരം ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പിക്ക് സമ്മാനിക്കും. 50,001 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. മെയ് 17 ഞായറാഴ്ച വൈകുന്നേരം 5:30-ന് കടപ്പാക്കട സ്പോർട്സ് ക്ലബ് ഹാളിൽ പുരസ്കാരം സമ്മാനിക്കും. കവി വയലാർ ശരചന്ദ്രവർമ്മ പുരസ്കാരം സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പിന്നണി ഗായിക ലതിക മുഖ്യാതിഥിയാകും. P.K. അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തുമെന്ന് രക്ഷാധികാരി K. ഹരികുമാർ, പ്രസിഡന്റ് LP സജി, സെക്രട്ടറി V. മനുരാജ്, ട്രഷറർ ജോസ് പ്രകാശ്, എക്സിക്യൂട്ടീവ് അംഗം താജുദ്ദീൻ, ഡൊമിനിക് എന്നിവർ അറിയിച്ചു. യൂസഫ് അലി കേച്ചേരി മ്യൂസിക് ഫൗണ്ടേഷന്റെ മഹാപ്രതിഭാ പുരസ്കാരം 2026 മഹാപ്രതിഭാ പുരസ്കാരത്തിന് ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് ശ്രീ ശ്രീകുമാരൻ തമ്പി സാറിനാണ് 2026 മഹാപ്രതിഭാ പുരസ്കാരം. ഈ പുരസ്കാരം 50,001 രൂപയുടെ ക്യാഷ് അവാർഡ്, പ്രശസ്തി പത്രവും പുരസ്കാര ശില്പവും അടങ്ങുന്നതാണ് ഈ അവാർഡ്. 2026 മെയ് 17-ന് ഞായറാഴ്ച വൈകുന്നേരം 5:30-ന് കടപ്പാക്കട സ്പോർട്സ് ക്ലബ് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് സമ്മാനിക്കും. ഈ പുരസ്കാരം ശ്രീകുമാരൻ തമ്പി സാറിന് സമർപ്പിക്കുന്നത് വയലാറിൻ്റെ പ്രിയപുത്രൻ ശ്രീ വയലാർ ശരചന്ദ്രവർമ്മ അവர்களാണ്. ഒപ്പം തന്നെ ഈ ചടങ്ങിൽ മുഖ്യ അതിഥിയായി കൊല്ലത്തിൻ്റെ പ്രിയപ്പെട്ട ചലച്ചിത്ര പിന്നണി ഗായിക ശ്രീമതി ലതിക ടീച്ചർ മുഖ്യ അതിഥിയാകും. ഒപ്പം തന്നെ കേരള മീഡിയ അക്കാദമി ചെയർമാൻ, കടപ്പാക്കട സ്പോർട്സ് ക്ലബ് സെക്രട്ടറിയുമായ ശ്രീ R.S. ബാബു, പ്രശസ്ത പ്രാസംഗികൻ ശ്രീ P.K. അനിൽകുമാർ എന്നിവരും ഈ ചടങ്ങിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു.
99.07 വിജയശതമാനം. 30,516 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. ശതമാനക്കണക്കിൽ കൊല്ലം ജില്ലയാണ് മുന്നിൽ. വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഫലം പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്തെ SSLC ഫലം പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമിള മേരി വർഗീസാണ് ഫലം പ്രഖ്യാപിച്ചത്. സംസ്ഥാന സർക്കാർ അധികാരമേൽക്കാത്ത സാഹചര്യത്തിലാണ് ഉദ്യോഗസ്ഥർ ഫലം പ്രഖ്യാപിക്കുന്നത്. 99.07 വിജയശതമാനം. 4,17,497 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. അതിൽ 4,14,290 പേർ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി. റിസൾട്ട് അവലോകനം ചെയ്യുമ്പോൾ ഈ വർഷം SSLC റെഗുലർ പരീക്ഷയ്ക്ക് 4,14,290 വിദ്യാർത്ഥിനികളാണ് പരീക്ഷ എഴുതിയത്. 4,14,290. പരീക്ഷ എഴുതിയവരിൽ 4,10,456 വിദ്യാർത്ഥിനികൾ. 4,10,456 സ്റ്റുഡൻസ് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി. 30,516 വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കി. ശതമാനക്കണക്കിൽ കൊല്ലം ജില്ലയാണ് ഒന്നാമത്. 20,771 പെൺകുട്ടികളും 9,743 ആൺകുട്ടികളുമാണ് മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയത്. 2,105 സ്കൂളുകളിൽ പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികളും വിജയിച്ചു. 377 കുട്ടികളാണ് ലക്ഷദ്വീപിൽ വിജയിച്ചത്. ഗൾഫ് മേഖലയിലെ എല്ലാ കുട്ടികളും വിജയിച്ചു. ജൂൺ ആദ്യവാരത്തോടെ സേ പരീക്ഷയുണ്ടാകും. 767 സർക്കാർ സ്കൂളുകളിൽ പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികളും വിജയിച്ചു. 930 എയ്ഡഡ് സ്കൂളുകളിലും 408 അൺഎയ്ഡഡ് സ്കൂളുകളിലും പരീക്ഷ എഴുതിയ എല്ലാവരും വിജയിച്ചു. സർക്കാർ തലത്തിൽ നെടുവന്നൂർ HSS 100% വിജയം കരസ്ഥമാക്കി. ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയത് മലപ്പുറം എടരിക്കോട് PKM ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. 2026 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 2023 കുട്ടികൾ വിജയിച്ചു. 151 കുട്ടികൾക്ക് ഫുൾ A+ ലഭിച്ചു. ന്യൂസ് ഡെസ്ക്. പുനലൂർ ഇൻഡോർ സ്റ്റേഡിയത്തിലെ പോരായ്മകൾ പരിഹരിക്കാൻ അടിയന്തര നടപടിയുമായി നഗരസഭ. കിഫ്ബി ഫണ്ട് വിനിയോഗിച്ചാണ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും ഒരുക്കാനുണ്ട്. ഇതിന് നടപടി സ്വീകരിക്കാൻ നിർമ്മാണ ഏജൻസിയായ കിറ്റ്കോയ്ക്ക് നഗരസഭ കത്ത് നൽകി. മലയോര മേഖലയിലെ കായിക പ്രേമികളുടെ വർഷങ്ങളായുള്ള സ്വപ്നമാണ് പുനലൂർ നഗരസഭ ഇൻഡോർ സ്റ്റേഡിയം പൂർണ്ണതോതിൽ പ്രവർത്തിക്കുക എന്നത്. കായിക പ്രേമികളുടെ കാത്തിരിപ്പിന് വിരാമമാകാൻ നഗരസഭയുടെ ഇടപെടൽ. ഇൻഡോർ സ്റ്റേഡിയത്തിലെ പോരായ്മകൾ പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ MA രാജഗോപാൽ പറഞ്ഞു. സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടും മത്സരങ്ങളോ കായിക വിനോദങ്ങളോ ആരംഭിക്കാത്തതിനെ തുടർന്ന് ഉയർന്നുവന്ന കായിക പ്രേമികളുടെ ആശങ്കകൾക്ക് മറുപടി നൽകുകയായിരുന്നു ചെയർപേഴ്സൺ. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് അത്യാധുനിക രീതിയിലാണ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. എന്നാൽ കായിക താരങ്ങൾക്ക് പൂർണ്ണമായ രീതിയിൽ സ്റ്റേഡിയം പ്രയോജനപ്പെടണമെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും ഒരുക്കേണ്ടതുണ്ട്. പകുതി വഴിയിൽ കായിക ഇനങ്ങൾ ആരംഭിക്കുന്നതിനേക്കാൾ എല്ലാ കുറവുകളും പരിഹരിച്ച് മികച്ച നിലവാരത്തിൽ തന്നെ ജനങ്ങൾക്ക് തുറന്നു നൽകാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നതെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. നമുക്ക് വിവിധ കളികൾക്കായിട്ട് സജ്ജീകരിക്കേണ്ട പോർട്ടബിൾ എക്യുപ്മെന്റ്സ് ഉണ്ടായിരുന്നു. ഈ കൗൺസിൽ വന്നതിന് ശേഷം അതിവേഗം അത് ടെൻഡർ ചെയ്ത് അത് വാങ്ങി. പക്ഷേ നിർഭാഗ്യവശാൽ ആ സ്ഥലം നഗരസഭ കൊടുത്തതാണ്. അത് പണിഞ്ഞിട്ടുള്ളത് കിറ്റ്കോയാണ് അതിൻ്റെ ഒരു നിർവഹണ ഏജൻസി. കിഫ്ബിയുടെ ഫണ്ടാണ്. വളരെ പെട്ടെന്ന് പരിഹരിക്കാവുന്ന ചില പ്രശ്നങ്ങൾ ഞങ്ങൾ ഈ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒന്ന്, ഈ ഉടൻ നമുക്ക് കളിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളുള്ളത് ശരിക്കും ഉടൻ പാനലിംഗ് ആണ്. അപ്പോൾ അവിടെ മുകളിൽ നിന്ന് വളരെ ചെറിയ ഒരു വാട്ടർ ലീക്ക് വന്നതിനെ തുടർന്ന് ആ പാനലിങ്ങിന് ഒരു ചെറിയ പ്രശ്നം ഞങ്ങളിപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ഫ്ലോർ ടൈൽസിൽ അത് വിന്യസിച്ചതിൽ ചില പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് തുറന്നു കൊടുക്കുമ്പോൾ പുനലൂരുള്ള ആളുകൾക്ക് പൂർണ്ണമായി അത് പ്രയോജനപ്പെടണം എന്നുള്ളത് കൊണ്ട് വളരെ അടിയന്തരമായി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നമ്മൾ കിറ്റ്കോയ്ക്ക് കത്ത് കൊടുത്തിരിക്കുകയാണ്. ഏതെങ്കിലും കാരണവശാൽ മാറിയ ഒരു പശ്ചാത്തലത്തിൽ അതിന്റെ ഉത്തരവാദിത്തം കിറ്റ്കോ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ, അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ നിയമപരമായി ഏറ്റവും ശരിയായ നിലയിൽ നഗരസഭ ആ സ്ഥാപനം ഏറ്റെടുത്ത് അതിവേഗം ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് ജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കുന്നതാണ്. സ്റ്റേഡിയത്തിലെ ബാക്കി നിർമ്മാണ ജോലികൾ ഉടനടി തീർക്കുന്നതിനായി നിർമ്മാണ ചുമതലയുള്ള ഏജൻസിയായ കിറ്റ്കോയ്ക്ക് നഗരസഭ അടിയന്തിരമായി കത്തു നൽകി. നിർമ്മാണ ഏജൻസിയുമായി ചേർന്ന വരും ദിവസങ്ങളിൽ തന്നെ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ഒട്ടും വൈകാതെ തന്നെ പുനലൂരിന്റെ കായിക സ്വപ്നങ്ങൾക്ക് സ്റ്റേഡിയത്തിൽ തുടക്കമാകുമെന്നും MA രാജഗോപാൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.
നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന് അഭിവാദ്യം അർപ്പിച്ച് ആഹ്ലാദ പ്രകടനം നടത്തി. ചവറയുടെ വിവിധ കേന്ദ്രങ്ങളിലാണ് പ്രകടനം നടത്തിയത്. മധുര വിതരണവും നടന്നു. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന് അഭിവാദ്യമർപ്പിച്ചാണ് ചവറയുടെ വിവിധ പ്രദേശങ്ങളിൽ ആഹ്ലാദ പ്രകടനങ്ങളും മധുര വിതരണവും നടത്തിയത്. കോൺഗ്രസ് പന്മന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടപ്പള്ളിക്കോട്ട മുതൽ കുറ്റിവട്ടം ജംഗ്ഷൻ വരെ ആഹ്ലാദ പ്രകടനം നടത്തി. ഇടപ്പള്ളിക്കോട്ടയിൽ പായസ വിതരണവും നടന്നു. UDF ചെയർമാൻ കോലത്ത് വേണുഗോപാൽ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് R. ജയകുമാർ, സന്തോഷ് തുപ്പാശ്ശേരി, കോഞ്ചേരി ശംസുദ്ദീൻ, അഡ്വക്കേറ്റ് T. യൂസഫ് കുഞ്ഞ്, പൊന്മന നിശാന്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. കഴിഞ്ഞ 5 വർഷക്കാലം ഐക്യജനാധിപത്യ മുന്നണിയെ നയിച്ച പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശനെ തെരഞ്ഞെടുത്തതിലുള്ള ആഹ്ലാദ പ്രകടനമാണ് പന്മന ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ അതിദയനീയമായി പരാജയപ്പെട്ടപ്പോൾ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരുന്നതിന് ശ്രീ വി.ഡി. സതീശനെ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമ്പോൾ ബഹുമാന്യായ UPA നേതാവ് ശ്രീമതി സോണിയാഗാന്ധി വി.ഡി. സതീശനോട് പറഞ്ഞത് റിസൾട്ട് ഉണ്ടാക്കി തരണം എന്നുള്ളതായിരുന്നു. റിസൾട്ട് എന്ന് പറയുമ്പോൾ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരണമെന്നായിരുന്നു സോണിയാഗാന്ധി അന്ന് ശ്രീ വി.ഡി. സതീശനോട് പറഞ്ഞതെങ്കിൽ പൂർണ്ണമായും കേരളത്തിൽ റിസൾട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. 1957 ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ ഗവൺമെന്റിനെ പിരിച്ചുവിട്ട് 1960 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കേരളത്തിൽ കോൺഗ്രസിന് 63 MLA-മാരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞെങ്കിൽ അതിനുശേഷം ഒരു തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ ഇത്രയേറെ MLA-മാരെ സൃഷ്ടിക്കാൻ ഒരു നേതാവിനും കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. UDF ചവറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചവറയിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ശ്രീകുമാർ പന്തവിള, D. സുനിൽകുമാർ, കിഷോർ അമ്പിലക്കര, PR ജയപ്രകാശ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കോൺഗ്രസ് വടക്കന്തല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റിവട്ടത്തും ആഹ്ലാദ പ്രകടനവും പായസ വിതരണവും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വീതം വർദ്ധിപ്പിച്ചു. വർധനവ് പ്രാബല്യത്തിൽ. പെട്രോൾ വില ലിറ്ററിന് 110.76 രൂപയായി. ഡീസൽ വില 99.35 രൂപയായി വർദ്ധിച്ചു. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. 30,516 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. ശതമാനക്കണക്കിൽ കൊല്ലം ജില്ല മുന്നിൽ. KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കണമെന്ന് ആവശ്യം. സംസ്ഥാന വ്യാപകമായി മഹിളാ മോർച്ചയുടെ പ്രതിഷേധം. കൊല്ലത്തും പ്രതിഷേധം. ആയൂരിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം. ബൈക്ക് യാത്രികനായ യുവാവിന് ദാരുണാന്ത്യം. 2 പേർക്ക് പരിക്ക്. ആയൂർ റോഡുവിള സ്വദേശി അൻവർഷയാണ് മരിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.